പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപയോഗിച്ച് വിദ്യാലയത്തിൽ അക്വാപോണിക്സ് സിസ്റ്റത്തിന് വിദ്യാർത്ഥികൾ രൂപം നൽകി. തൃശൂർ മതിലകം കൂളിമുട്ടം AM-UP സ്കൂളിലെ കൊച്ചുമിടുക്കരാണ് അജൈവ മാലിന്യ സംസ്കരണത്തിനുള്ള വേറിട്ട മാതൃക കാട്ടിത്തരുന്നത്. 700 കിലോഗ്രാമിൽ അധികം പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് വിദ്യാർത്ഥികൾ ഇതിനായി ശേഖരിച്ചത്. സ്കൂൾ മാനേജർ PM അബ്ദുൾ മജീദിന്റെ ഭാവനയിൽ വിരിഞ്ഞ ആശയമാണ് വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ഏറ്റെടുത്തത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ ഫലപ്രദമായി നിർമ്മാർജ്ജനം ചെയ്യുകയായിരുന്നു ലക്ഷ്യം. വീടുകളിൽ നിന്നും ശേഖരിച്ച കുപ്പികളടക്കമുള്ള മാലിന്യങ്ങൾ ഇഷ്ടിക രൂപത്തിലാക്കിയാണ് ഉപയോഗിച്ചത്. നമ്മുടെ പരിസരത്തു നിന്നും അജൈവ മാലിന്യങ്ങളെ നീക്കം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇത് ആരംഭിച്ചത്. ഇതിന് തുടക്കം കുറിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട മാനേജർ C അബ്ദുൾ മജീദ് സാറാണ്. ഇതിന് നേതൃത്വം വഹിച്ചത് നമ്മുടെ എല്ലാ PTA അംഗങ്ങളും അതുപോലെ എല്ലാ അധ്യാപകരും നാട്ടുകാരും എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചു. കുട്ടികളുണ്ടാക്കിയ ഇക്കോ ബ്രിക്സുകൾ ഉപയോഗിച്ച് 1000 ലിറ്റർ വെള്ളം സംഭരിക്കാവുന്ന മീൻകുളവും ചെടിച്ചട്ടി വയ്ക്കുന്നതിനുള്ള സ്റ്റാൻഡുകളും സ്കൂളിൽ തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. കുട്ടികൾ തന്നെയാണ് ഈ കുളത്തിൽ 500ഓളം മീനുകളെ വളർത്തുന്നതും സ്കൂൾ കോമ്പൗണ്ടിൽ അക്വാപോണിക്സ് സസ്യപരിചരണം നടത്തുന്നതും. 700 കിലോയിലധികം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വീടുകളിൽ നിന്ന് ശേഖരിച്ച് സ്കൂളിലെത്തിച്ച വിദ്യാർത്ഥികൾ ഇതിനോടകം 2000 ഇക്കോ ബ്രിക്സുകളാണ് നിർമ്മിച്ചത്. അജൈവ മാലിന്യ പരിപാലനത്തിന്റെ പ്രാധാന്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിനും പ്ലാസ്റ്റിക്കിന്റെ പുനരുപയോഗ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനും ഇതിലൂടെ കഴിഞ്ഞതായാണ് അധ്യാപകർ പറയുന്നത്. ന്യൂസ് മലയാളം, തൃശൂർ.